ഞാനിന്ന് പറയാൻ പോണ വിഷയം മാർക്കോ സിനിമയും അതിലെ ലോജിക്കുമാണ്. സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു കമൻ്റാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് ആധാരം. കമൻറ്റിലേക്ക് കിടക്കാം. ഹനീഫ് അദേനി ഉണ്ണിയോട് ചോദിക്കുകയാണ്, അത് വേണോ? അപ്പോൾ ഉണ്ണി പറയുകയാണ്, വേണം, എനിക്കത് ചെയ്തേ പറ്റൂ. മലയാളത്തിൽ വേറെ ഏവനെങ്കിലും ചെയ്യുന്നതിന് മുന്നേ എനിക്കത് ചെയ്തേ പറ്റൂ. അപ്പോൾ ഹനീഫ് അദേനി പറയുന്നു, എന്നാൽ ഓക്കെ എന്ന്. സിനിമയുടെ ക്ലൈമാക്സിൽ ഉണ്ണി മുകുന്ദൻ ഒരു M134 മിനി ഗൺ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കമൻ്റ് ഇട്ട വ്യക്തിക്ക് അറിയേണ്ടത്, ഈ ഗണ്ണിനെ കുറിച്ച്, ഈ മിനി ഗണ്ണിനെ കുറിച്ച് സിനിമയിൽ ഒരിടത്തും റെഫറൻസ് ഇല്ല എന്നിരിക്കെ ഉണ്ണി മുകുന്ദന് ആ പാലത്തിൽ എങ്ങനെ അങ്ങനെ ഒരു മിനി ഗൺ കിട്ടി, ആരവിടെ കൊണ്ടുവച്ചു? ഇതൊക്കെയാണ് ഈ കമൻ്റ് ഇട്ട വ്യക്തിക്ക് അറിയേണ്ട കാര്യം. കമൻ്റായിട്ട് ഇങ്ങനെ ഒരു വിഷയം വന്ന സ്ഥിതിക്ക് അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു മറുപടി ഞാൻ പറയാം. ഈ സിനിമയിലെ വില്ലന്മാർ, ഈ ക്രൂരന്മാരായ വില്ലന്മാർ, അവർ നടത്തുന്ന ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൗൺ. അവിടെ സൾഫ്യൂറിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ആളുകളെ ജീവനോടെ പിടിച്ച് ഈ വെള്ളത്തിലിടുന്നു. അവർ തലയോട്ടിയും എല്ല് മനുഷ്യനും ഒക്കെ ആയി മാറുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാരക പ്രയോഗങ്ങളൊക്കെ നടത്തുന്ന ഒരു ഗോഡൗണാണ് ഈ വില്ലന്മാരുടെ ഈ ഗോഡൗൺ, ഈ പറഞ്ഞ ഇല്ലീഗൽ കാര്യങ്ങൾ നടക്കുന്ന ഗോഡൗൺ. ആ ഗോഡൗണിൽ ഈ സൾഫ്യൂറിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഈ മിനി ഗണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ഒരു മിസൈൽ, വലിയൊരു മിസൈൽ തന്നെ ആയിക്കോട്ടെ, ആ മിസൈൽ ഇനി അവിടെ ആരെങ്കിലും കൊണ്ടുവച്ചാലും, ഇനി വുഡ് കട്ടർ കൊണ്ടുവന്ന് അവിടെ വെച്ചാലും, ഇനി അതിൻ്റെ മേലെയുള്ള ഒരു പീരങ്കി കൊണ്ടുവന്ന് വെച്ചാലും അതിലെന്താണ് ലോജിക്ക് ഇരിക്കുന്നത്? സിനിമയിൽ എന്താണ് ലോജിക്ക്? സിനിമ നമ്മൾ കാണുക, വരിക, പിന്നെ അതെങ്ങനെ അവിടെ എത്തി, അതെങ്ങനെ അതെടുത്തു? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കൂലേ, സംവിധായകൻ എന്തിന് ഇങ്ങനെ ഒരു ഷോട്ട് എടുത്തു, അങ്ങനെ ഇങ്ങനെ എടുത്തുകൂടായിരുന്നോ? അത് ഒക്കെ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ പ്രേക്ഷകർ മാത്രമാണ്. നമ്മളത് കാണുക, നമ്മുടെ അഭിപ്രായം പറയുക. അല്ലാതെ സിനിമയിൽ ആ ഗൺ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ഈ സൾഫ്യൂറിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്രസക്തമല്ലേ? ഒരു സിനിമ ഓർമ്മ വന്നത്, മോഹൻലാലിൻ്റെ നിർണയം എന്ന ഒരു ചിത്രമുണ്ട്. 1991 റിലീസായെന്ന് എനിക്ക് തോന്നുന്നു. അത് സംവിധാനം ചെയ്തത് സംഗീത് ശിവനാണ്. അതിൻ്റെ ഛായാഗ്രാഹകൻ സന്തോഷ് ശിവനുമായിരുന്നു. അപ്പോൾ ഈ നിർണയ സിനിമയ്ക്കുള്ളിൽ നായികയെ കൊല്ലാനായി ഒരു ആൾ രാത്രി വരുന്നു, വീട്ടിലേക്ക് വരുമ്പോൾ ഈ നായിക, ഈ ഇരുട്ടത്താണെങ്കിൽ ഈ വില്ലന്, ഈ വരുന്ന വ്യക്തിക്ക് ആരെയും കാണാൻ പറ്റില്ലല്ലോ എന്ന് കരുതി നായിക മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും. ഈ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ വില്ലന്, ഈ വരുന്ന വ്യക്തിക്ക് ആളിനെ കാണാൻ, കൂരിരുട്ടാണ്, ആരെയും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറക്കുന്നു. ഫ്രിഡ്ജിൻ്റെ ഡോർ തുറന്നപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഉള്ള ലൈറ്റ് കത്തുന്നു. അങ്ങനെ അവന് അതിൻ്റെ നായികയെ കൊല്ലുന്നത്. ഇത് നിർണയ സിനിമയിൽ ഞാൻ കണ്ട കാഴ്ചയാണ്. അപ്പോൾ ഈ അന്ന് ഒരു സിനിമ വാരികയുണ്ടായിരുന്നു, വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞൊരു വാരിക. അത് സിനിമ മാഗസീനായിരുന്നു, എല്ലാ ആഴ്ചയും വരുന്ന മാഗസീൻ. അതിനൊരു പങ്ക്തി ഉണ്ടായിരുന്നു, സംവിധായകനോട് ചോദിക്കാം, ഡയറക്ടറോട് ചോദിക്കാം എന്നുള്ള ഒരു പങ്ക്തി. അപ്പോൾ അതിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, സംവിധായകൻ്റെ അടുത്ത് അവർ ചോദിക്കും, ഈ നമ്മൾ അയച്ചു കൊടുത്ത ചോദ്യം അവർ ചോദിക്കും, ഉത്തരവ് അതിൽ എഴുതിയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഈ സംവിധായകനോട് ചോദിക്കാം പങ്ക്തിയിൽ വന്നത് സംഗീത് ശിവനാണ്. അപ്പോൾ ഈ സംഗീത് ശിവനോട് നിർണയം സിനിമയിൽ ഇങ്ങനെ ഒരു വിഷയമുള്ള കാര്യം, ഇങ്ങനെ നായിക മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു എന്നിട്ടും ഫ്രിഡ്ജിൽ ലൈറ്റ് കത്തി എന്ന് പറഞ്ഞപ്പോൾ സംഗീത് ശിവൻ അതിന് മറുപടി പറഞ്ഞത്, കഥയിൽ ലോജിക്കില്ല എന്നുള്ളതാണ്. അതായത് സിനിമാ കഥയിൽ ലോജിക്കില്ല എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. സിനിമയിൽ ലോജിക്ക് വേണ്ട, കഥ മാത്രം മതി. കഥയ്ക്കെന്ത് ലോജിക്ക്?